ഉച്ചവാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം പരിശോധിക്കാം പ്രധാന തലക്കെട്ടുകൾ. News headlines brought to you by Happy Jacks. Happy keeps everybody happy. ആവേശം നിറച്ച് അമിത്ഷാ കൊച്ചിയിൽ. ബി.ജെ.പി. സംസ്ഥാന നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത കേന്ദ്ര ആഭ്യന്തരമന്ത്രി തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തും. വോട്ട് അധികാർ യാത്രയെ ചോദ്യം ചെയ്ത പ്രധാനമന്ത്രി ബീഹാറിലെ പൗരന്മാരുടെ അവകാശങ്ങൾ തട്ടിയെടുക്കാൻ അനുവദിക്കില്ല. നുഴഞ്ഞുകയറ്റക്കാർക്കൊപ്പം നിൽക്കുന്നത് ആരാണെന്ന് ജനങ്ങൾക്കറിയാം. നുഴഞ്ഞുകയറ്റക്കാരെ തുരത്താനാണ് ജനസൗഹാർദ്ദ ദിനമെന്നും പ്രധാനമന്ത്രി. ബീഹാറിൽ 13,000 കോടിയുടെ വികസന പദ്ധതികൾ രാഷ്ട്രത്തിന് പ്രധാനമന്ത്രി സമർപ്പിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധം കനക്കുന്നു. MLA സ്ഥാനം രാജിവെക്കണമെന്ന് ബി.ജെ.പി. പാലക്കാട് പ്രതിഷേധ പ്രകടനം. രാഹുൽ തുടരുന്നതിൽ UDF-ൽ ഭിന്നത. രാജി വേണ്ടെന്ന നിലപാടിൽ കോൺഗ്രസ് നേതൃത്വം. ലോങ് മാർച്ച് അടക്കം ഉപേക്ഷിച്ച് യൂത്ത് കോൺഗ്രസ്. രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലിനുമെതിരെ കോൺഗ്രസിൽ പടയൊരുക്കം. പാലക്കാട് DCC-യിൽ ഭിന്നത രൂക്ഷം. ഇരുവരും പൂരപ്പറമ്പിലെ പോക്കറ്റടിക്കാരെന്ന് വിമർശനം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് ബി.ജെ.പി. രാഹുലിനെ മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്കയക്കാൻ VD സതീശൻ തയ്യാറാകണമെന്ന് B. ഗോപാലകൃഷ്ണൻ. ഇരകളെ അപമാനിച്ച വേട്ടക്കാർക്കൊപ്പമാണ് കോൺഗ്രസ് എന്ന് C. കൃഷ്ണകുമാർ. പാലക്കാട് മുതലമടയിൽ വനവാസി യുവാവിനെ പട്ടിണിക്കിട്ട് മർദ്ദിച്ചു. പട്ടിണിക്കിട്ടത് 6 ദിവസം. മർദ്ദിച്ചത് ഫാം സ്റ്റേ ഉടമയെന്ന് ആരോപണം. ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃയോഗം ഇപ്പോൾ കൊച്ചിയിൽ പുരോഗമിക്കുകയാണ്. അല്പസമയം മുൻപാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ സംസ്ഥാന നേതൃയോഗം ഉദ്ഘാടനം ചെയ്തത്. ആസന്നമായ തദ്ദേശ തെരഞ്ഞെടുപ്പും അടുത്ത വർഷം ഏപ്രിൽ മാസത്തിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമാണ് ഈ നേതൃയോഗം വിശദമായി ചർച്ച ചെയ്യുന്നത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. ഇപ്പോൾ അരുൺ കൊടുങ്ങൂരും ജിജീഷ് കരുണാകരനും കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. അരുൺ, ഈ യോഗം നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു, ഇപ്പോഴും ഇത് പുരോഗമിക്കുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ഗൗതം, അല്പസമയങ്ങൾക്ക് മുമ്പാണ് യോഗം ഔദ്യോഗികമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം ഇപ്പോൾ പ്രവർത്തകരോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ 1:30 യോഗം അവസാനിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇതിനുശേഷം വാർത്താ സമ്മേളനമടക്കം ബി.ജെ.പിയുടെ സംസ്ഥാന നേതാക്കൾ നടത്തുകയും ചെയ്യും. എന്തായാലും ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു ദിവസമാണ്. കാരണം വലിയൊരു ലക്ഷ്യവുമായി വലിയൊരു മുന്നേറ്റവുമായി ബി.ജെ.പി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഇന്നത്തെ ഒരു സന്ദർശനം ഈ നേതൃയോഗത്തിൽ സംസാരിക്കാൻ എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. എന്തായാലും നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ തന്നെ എന്തായാലും യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് 2 മണിക്ക് മുമ്പ് യോഗം അവസാനിക്കുമെന്നാണ് അറിയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ബി.ജെ.പിയെ സംബന്ധിച്ചോളം, ബി.ജെ.പി പ്രവർത്തകരെ സംബന്ധിച്ചോളം, ബി.ജെ.പിയുടെ സംസ്ഥാന നേതാക്കളെ സംബന്ധിച്ചോളം ഇന്ന് ഏറ്റവും നിർണായകമായ ഒരു ദിവസമാണ്. കൃത്യമായ ഒരു മുന്നറിയിപ്പോടെ കൃത്യമായി തന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് കൃത്യമായ ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം ബി.ജെ.പിയുടെ ഭാഗത്തു നടന്ന് ബി.ജെ.പി എടുത്തുകൊണ്ടുവരുന്ന വിഷയങ്ങൾ, അത് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ തന്നെ സജീവ ചർച്ചയാക്കിക്കൊണ്ടാണ് ബി.ജെ.പി ഈ ഒരു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയും ചെയ്ത. ഇതിനുശേഷമാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ തന്നെ നേരിടാനുള്ള ഒരു തയ്യാറെടുപ്പ്. ആ ബി.ജെ.പിക്ക് ഒരു കൃത്യമായ ഊർജം പകരുന്ന, ഒരു കരുത്ത് പകരുന്ന ഒരു നേതൃയോഗം തന്നെയല്ലേ ഇപ്പോൾ കൊച്ചിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്?
അരുൺ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കം എന്ന് പറയുന്നത് അത് നിയമസഭയിലേക്കുള്ള ഒരു യാത്രയിലേക്ക് ആ ഒരു വഴിയാണ്. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടി പൂർണ്ണമായും തന്നെ പാർട്ടി ഒരുങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ ഈ അവിടെ നടക്കുന്ന അമിത്ഷാജി അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആഹ്വാനങ്ങൾ കേൾക്കുന്ന നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം അത് ഉണ്ടാക്കാൻ പോകുന്ന ഇനിയുള്ള ദിവസങ്ങളിൽ അവർ എത്രമാത്രം കൂടുതൽ ഊർജ്ജസ്വലരായിട്ടായിരിക്കും പ്രവർത്തിക്കുക എന്നത് നമുക്ക് മനസ്സിലാക്കാനേ ഉള്ളൂ. കാരണം പ്രവർത്തകരെ ഇത്രയധികം ആവേശഭരിതരാക്കാൻ കഴിയുന്ന ഒരു നേതാവ് വളരെ ചുരുക്കമാണ്. ഇത്തരത്തിൽ പ്രവർത്തകരെ ആവേശഭരിതരാക്കാൻ കഴിയുന്നതും അവർക്കിടയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന നേതാക്കൾ ഒരുപക്ഷെ BJPയിൽ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുക. ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിച്ച് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന നേതൃത്വം. അങ്ങനെയുള്ള നേതാക്കളിൽ ഏറ്റവും പ്രമുഖരും ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് അമിത്ഷാ. അദ്ദേഹം തന്നെ വന്നു അവരോട് സംസാരിക്കുന്നു. എങ്ങനെയെല്ലാമാണ് പ്രവർത്തനങ്ങൾ എന്ന് സംബന്ധിച്ച് പറയുമ്പോൾ കേരളത്തിൽ നിരവധി വിഷയങ്ങളുണ്ടല്ലോ, ആ പ്രശ്നങ്ങളെല്ലാം തന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട്. കാരണം അതിലേറ്റവും പ്രധാനപ്പെട്ട ജനങ്ങൾ നേരിട്ട് ബാധിക്കുന്ന, ജനങ്ങളെ നേരിട്ട് പ്രശ്നമുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് BJP നിലവിൽ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ തന്നെ, കഴിഞ്ഞ മാസങ്ങളിലൊക്കെ തന്നെ എടുത്തിരിക്കുന്നത്. ആ പ്രശ്നങ്ങൾ എടുത്തുകൊണ്ട് അതോടൊപ്പം തന്നെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന പദ്ധതികൾ, ജനക്ഷേമ പദ്ധതികൾ, പാവങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന പദ്ധതികൾ അതൊക്കെ തന്നെ നടപ്പാക്കാൻ ഉള്ള ഒരു തയ്യാറെടുപ്പ്, അതിനുണ്ടാകുന്ന തടസ്സങ്ങളൊക്കെ തന്നെ മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു തീരുമാനം കൂടിയല്ലേ BJP ഇപ്പോൾ എടുത്തിരിക്കുന്നത്? തീർച്ചയായും. അതായത് BJP എടുക്കാൻ പോകുന്ന രണ്ട് പ്രധാനപ്പെട്ട ഒന്ന് ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ഇനി പ്രധാനമായും BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തന പദ്ധതി എന്ന് പറയുന്നത് വാർഡ് തലം മുതൽ ബൂത്ത് തലം മുതൽ തന്നെ പ്രവർത്തകരെ കൂടുതൽ സജീവമാക്കണം. പ്രവർത്തകർ ഇപ്പോൾ തന്നെ സജീവമാണ്. കാരണം മുമ്പുണ്ടായിരുന്ന ഒരു 10 വർഷം മുമ്പ് 5 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഒരു BJPയുടെ പ്രവർത്തന സംവിധാനമല്ല. അതിൽ നിന്ന് ഏറെ മാറ്റം വന്നു. കാലത്തിന് അനുസൃതമായി പ്രവർത്തകർ കൂടുതൽ മാറിയിരിക്കുന്നു. ഏറ്റവും വലിയ മാറ്റങ്ങൾ, കാരണം ഈ നവീന ആശയങ്ങളെ ആദ്യം കൊണ്ടുവരുന്നത് എപ്പോഴും BJP ആണ്. നമുക്കറിയാം, അത് സമൂഹ മാധ്യമങ്ങളെ മറ്റ് സംഘടനകളെല്ലാം CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും എല്ലാം അവഗണിക്കുകയും സമൂഹ മാധ്യമങ്ങൾക്ക് വലിയ പരിഗണന നൽകാതിരിക്കുകയും ചെയ്തപ്പോൾ ആ സമൂഹ മാധ്യമങ്ങളിലൂടെ ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്നു. അങ്ങനെയാണ് യുവാക്കളുടെ മനസ്സുകളിലേക്ക് കൂടുതൽ ശക്തമായി BJP കയറി കൂടുന്നത്. BJPയെ അവരുടെ ഒരു ഭാഗമാണ്. BJP മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെല്ലാം അവരുടെ മനസ്സിൽ പതിയുന്നത് ഈ സമൂഹ മാധ്യമങ്ങളിലൂടെയാണ്. അങ്ങനെ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ശക്തമായി തന്നെ നടപ്പിലാക്കാം. ഒപ്പം തന്നെ ജനകീയ വിഷയങ്ങളായ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. സാധാരണക്കാരനെ ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. അത് നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ അടക്കമുള്ള വിഷയങ്ങളിൽ ശക്തമായി തന്നെ ഇടപെടാൻ, അതുകൊണ്ടാണല്ലോ ഇവിടെ കുട്ടനാട്ടിലടക്കം അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഒരു പ്രതിനിധി സംഘത്തെയും കേന്ദ്ര സംഘത്തെയും എല്ലാം അയച്ച് മുന്നോട്ട് പോകുന്നതിൻ്റെയൊക്കെ ഒരു കാരണം എന്ന് പറയുന്നത്, കാരണം ഈ കൃഷിക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും കൃഷിക്കാർക്ക് വേണ്ടി ശക്തമായി വാദിക്കുകയും ഞങ്ങൾ കൃഷിക്കാർക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് രംഗത്ത് വന്ന ആളുകളാണ്, അവർക്ക് കൂലി കൂടുതൽ വാങ്ങിക്കൊടുത്ത ആളുകളാണ് എന്ന് പറയുന്ന ആളുകൾ അവർക്ക് നേരെ മുഖം തിരിഞ്ഞ് നിൽക്കുകയും കൃഷിക്കാരനെ പൂർണ്ണമായും തഴയുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ കർഷകന് ഒരു പെൻഷൻ ഫണ്ട് കൊണ്ടുവന്നത് BJP സർക്കാരാണ്. കിസാൻ പദ്ധതികളിലൂടെ അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരുടെ വിളയ്ക്ക് മതിയായ വില കിട്ടാൻ വേണ്ടി എല്ലാം തന്നെ ഇടപെട്ടത് കേന്ദ്ര സർക്കാരാണ്. ഒരു ഘട്ടത്തിലും ഇത്തരത്തിൽ ഒരു പ്രവർത്തനം സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തു നിന്ന്, അത് കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും ഇടത് വലത് മുന്നണികൾ ഭരിച്ച സമയത്തൊന്നും തന്നെ കർഷകരെ അവഗണിച്ചു പോകുമ്പോൾ ഏറ്റവും അധികം കൃഷിക്കാരെ വലിയ ഒരു നന്ദിയോടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പദ്ധതികൾ, വിവിധ പദ്ധതികളാണ്. കൃഷിക്കാരുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികളാണ്. അങ്ങനെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണെങ്കിലും കൃഷിക്കാരെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണെങ്കിലും അതിലെല്ലാം ഇടപെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് നേരത്തെ ഗൗതം സൂചിപ്പിച്ചതുപോലെ 16% നിന്ന് 20%ത്തിലേക്കും 20%ത്തിൽ നിന്ന് അത് 25%ത്തിലേക്ക് നീക്കാനുമെല്ലാമുള്ള വഴികളിലേക്ക് BJP എത്തുന്നതും അതിൻ്റെ ഒരു ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് ജനങ്ങളുടെ മനസ്സിൽ അവർ കുടിയേറിക്കഴിഞ്ഞു, ജനങ്ങളുടെ മനസ്സിൽ സ്ഥിരമായ ചിരപ്രതിഷ്ഠ നേടിക്കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഇറങ്ങിപ്പോകാൻ ഏതെങ്കിലും ഒരു കാരണങ്ങളൊന്നും തന്നെ അവരുടെ മനസ്സിൽ നിന്ന് BJPയെ എടുത്ത് മാറ്റിവെക്കേണ്ട ഒരു ഘടകവുമില്ല എന്ന നിലയ്ക്ക് കൃത്യമായി തന്നെ BJPക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അതിൻ്റെ ഒരു തുടക്കം തന്നെയാണ്. എല്ലാവർക്കുമൊപ്പം എല്ലാവർക്കും വേണ്ടി, അതിനകത്ത് രാഷ്ട്രീയ ഭേദമന്യേ കൃത്യമായുള്ള ഒരു വികസനം, അതുതന്നെയാണല്ലോ എല്ലാ സംസ്ഥാനങ്ങളും നരേന്ദ്രമോദി സർക്കാർ നിൽക്കുന്നത്. നമുക്ക് കേരളത്തിൽ കാണാം, ചില ആളുകൾക്ക് കൃത്യമായുള്ള രാഷ്ട്രീയം നോക്കി രാഷ്ട്രീയത്തിൻ്റെ പിൻബലത്തിലുള്ള ആ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർക്ക് മാത്രം ആനുകൂല്യങ്ങളും സർക്കാർ ജോലി വരെ PSCയെ അട്ടിമറിച്ചുകൊണ്ട് സർക്കാർ ജോലി കൂടെ കൊടുക്കുന്ന ഒരു നാട്ടിൽ എല്ലാവർക്കുമൊപ്പം എല്ലാവർക്കും വേണ്ടി എന്നുള്ള ഒരു കൃത്യമായ ടാഗ് ലൈനോടുകൂടി, അതൊരു വെറും ടാഗ് ലൈൻ അപ്പുറത്തേക്ക് ആത്മാർത്ഥമായി ആ വിഷയത്തെ എടുത്തുകൊണ്ട് അത് ജനങ്ങൾക്കിടയിലേക്ക് എത്തിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക, ജനങ്ങൾക്കൊപ്പം നിൽക്കുക, അവരുടെ നീറുന്ന പ്രശ്നങ്ങളിൽ ഇടപെടുക, എല്ലാവർക്കും വികസനം എന്നുള്ള ഒരു ഭാരതത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തിച്ചുകൊണ്ട് എല്ലാവരെയും
എല്ലാവരെയും സമൃദ്ധിയിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ഒരു നടപടികൾ അതുതന്നെയല്ലേ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായി വരികയും ചെയ്യുന്നത്. അതുതന്നെയല്ലേ ഈ വികസിത കേരളം എന്നുള്ള ഒരു വലിയ മുദ്രാവാക്യത്തിലൂടെ കേരളത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് എല്ലാവർക്കും തുല്യനീതി, ആരോടുമില്ല പ്രീണനം, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമാണ്. കാരണം ഇപ്പോൾ നമുക്കറിയാം കേരളത്തിൽ നടക്കുന്നത് രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും എല്ലാം ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും എല്ലാം അടിസ്ഥാനത്തിൽ പ്രീണന രാഷ്ട്രീയം ഒരു ഭാഗത്ത് കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ധൈര്യപൂർവ്വം കേന്ദ്ര സർക്കാർ പറഞ്ഞത് ആരോടും പ്രീണനത്തിനില്ല, എല്ലാവർക്കും നീതി എന്നതാണ് സർക്കാരിൻ്റെ മുന്നിലുള്ളത്. അത് നീതി ലഭ്യമാക്കേണ്ട വിഭാഗങ്ങൾക്ക് നീതി ലഭ്യമാക്കിക്കൊണ്ട് തന്നെ തുല്യനീതിയിൽ അധിഷ്ഠിതമായി മുന്നോട്ട് പോകുമെന്ന് കേന്ദ്ര സർക്കാർ പറയുമ്പോൾ ആ കേന്ദ്ര സർക്കാർ ഒരു വലിയ മഹത്തായ ഒരു പാഠം അല്ലെങ്കിൽ ഒരു മാതൃകയാണ് സമൂഹത്തിന് മുന്നിൽ വെച്ചിരിക്കുന്നത്. പലപ്പോഴും കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച പല മാതൃകകളുമാണ് പിന്നീട് കേരളം അതേപടി കടമെടുത്തുകൊണ്ട് നടപ്പിലാക്കി വരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അത് കാരണം അരുൺ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പല സംസ്ഥാനങ്ങളിലും BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടാണ്. അതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗിമ്മിക്കിനൊന്നും ആവശ്യമില്ല. ഇപ്പോൾ പറയുന്നുണ്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തു, യാതൊരു അടിസ്ഥാനവുമില്ലാത്ത അത്തരത്തിലുള്ള കാര്യങ്ങൾ. ഇന്ത്യയിലെ ഏത് പൗരനും എവിടെ വേണമെങ്കിലും വോട്ട് ചേർക്കാം, ഒന്നിലധികം സ്ഥലങ്ങളിൽ വോട്ട് ചെയ്യുന്നത് മാത്രമാണ് തെറ്റ് എന്നിരിക്കെ അത്തരം നീതികേടുകൾ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെയെല്ലാം വലിയ തോതിൽ പർവ്വതീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തായാലും സംസ്ഥാന നേതൃയോഗം കൊച്ചിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്രമന്ത്രിമാരടക്കമുള്ള BJPയുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ അതോടൊപ്പം തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും അല്പസമയങ്ങൾക്കുള്ളിൽ ഏകദേശം 1:45 യോഗം അവസാനിക്കും. അതിനുശേഷമായിരിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പുറത്തേക്ക് വരിക. 2 മണിയോടെ ഇപ്പോഴീ നിർണായകമായ യോഗം അകത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ യോഗത്തെ അഭിസംബോധന ചെയ്യുകയാണ്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം പുറത്തേക്ക് എത്തും എന്നാണ് അരുൺ കൊടുങ്ങൂർ റിപ്പോർട്ട് ചെയ്യുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഡ്യൂട്ടിക്ക് മദ്യപിച്ചെത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയുണ്ടാകും. KAP അസിസ്റ്റന്റ് കമാൻഡന്റ് സുരേഷാണ് മദ്യപിച്ചെത്തിയത്. പരിശോധനയിൽ ഇയാൾ മദ്യപിച്ചതായി വ്യക്തമായിരുന്നു. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ട് ചുമതലയിൽ നിന്ന് മാറ്റി. ഇന്നലെ അമിത്ഷാ എത്തുമ്പോൾ എയർപോർട്ടിലാണ് ഈ ഉദ്യോഗസ്ഥൻ മദ്യപിച്ച് എത്തിയത്. കോതമംഗലത്ത് ലവ് ജിഹാദിനെ തുടർന്ന് TTC വിദ്യാർത്ഥി ജീവനൊടുക്കിയ സംഭവത്തിൽ കേസ് NIAക്ക് കൈമാറണമെന്ന് ന്യൂനപക്ഷ മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് സുമിത് ജോർജ്. പെൺകുട്ടിയുടെ കുടുംബത്തിനൊപ്പം 26-ന് എറണാകുളത്ത് സമരം നടത്തും. കേസിൽ സംസ്ഥാന സർക്കാർ കാട്ടുന്നത് നിഷ്ക്രിയത്വമെന്നും അദ്ദേഹം ജനം TVയോട് പ്രതികരിച്ചു. ഇപ്പോൾ ഇവർ പറയുന്നൊരു ടെക്നിക്കൽ വേർഡ് ലവ് ജിഹാദ് എന്നുള്ള പ്രശ്നം. നമ്മളെ സംബന്ധിച്ച് ലവ് ജിഹാദ് എന്നുള്ളതല്ല, ഈ നിർബന്ധിത മതപരിവർത്തന നിയമവുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ ആക്ഷൻ എടുക്കണമെന്ന് നമ്മൾ പറയുക. അപ്പോൾ ഞങ്ങൾ ഈ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് NIA വിഷയം അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ന്യൂനപക്ഷ മോർച്ച ഈ വരുന്ന 26-ാം തീയതി നമ്മൾ ഹൈക്കോടതി ജംഗ്ഷനിൽ അവിടെ വഞ്ചി സ്ക്വയറിൽ ഞങ്ങളൊരു ധർണാ സമരം നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തെ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര പഠന സംഘം നാളെ എത്തുമെന്ന് കർഷക മോർച്ച സംസ്ഥാന അധ്യക്ഷൻ ഷാർജി R. നായർ. നാഷണൽ ഫിഷറീസ് ഡെവലപ്മെന്റ് ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഡോക്ടർ മുഹമ്മദ് കോയയുടെ നേതൃത്വത്തിലുള്ള സംഘം കുട്ടനാട്ടിലാകും ആദ്യം എത്തുകയെന്നും അദ്ദേഹം ജനം TVയോട് പ്രതികരിച്ചു. കേന്ദ്ര സംഘത്തിന്റെ വരവിനെ ഏറെ പ്രതീക്ഷയോടെയാണ് കേരളത്തിലെ കർഷകർ കാണുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാരണം നെല്ലിനോടൊപ്പം തന്നെ മത്സ്യബന്ധനവും അല്ലെങ്കിൽ മത്സ്യം വളർത്തിയും കർഷകന് ആദായം ഉണ്ടാക്കാൻ പറ്റുന്ന ധാരാളം പദ്ധതികൾ കേന്ദ്ര ഗവൺമെൻറ്റിനുണ്ട്. ആ പദ്ധതികൾ ആലപ്പുഴ ജില്ലയിൽ നടപ്പാക്കാനുള്ള സാധ്യതകൾ പഠിക്കാനായി ആദ്യം ഫിഷറീസിൻ്റെ സംഘം, ആ സംഘം നാളെ കുട്ടനാട്ടിലെത്തുകയാണ്. ഇന്നവർ കൊച്ചിയിലെത്തുന്നുണ്ട്. അവർ നാളെ കുട്ടനാട് നാളെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സന്ദർശിക്കുന്നുണ്ട്. അവിടെ ഇതുമായി ബന്ധപ്പെട്ട കർഷകരെയും അത്യാവശ്യം ഇപ്പോൾ കർഷകരുടെ ഒരു കൂട്ടായ്മ കേരളത്തിലുണ്ടായിട്ടുണ്ട്, കേരള സംയുക്ത കർഷക വേദി. അതിൽ കർഷക മോർച്ച ഒരു പ്രധാനമായിട്ട് അതിനകത്തൊരു റോൾ എടുക്കുന്നുണ്ട്. ശ്രീ കുമ്മനം രാജശേഖരനാണ് അതിൻ്റെ രക്ഷാധികാരി. അപ്പോൾ ആ കമ്മിറ്റിയും ഒക്കെ തന്നെ ഈ വിഷയങ്ങൾ അവരുമായിട്ട് നാളെ ചർച്ച ചെയ്യുന്നുണ്ട്. വിമർശനം കനത്തതോടെ മണിക്കൂറുകൾക്കുള്ളിൽ മലക്കം മറിഞ്ഞു VK ശ്രീകണ്ഠൻ MP. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉന്നയിച്ച സ്ത്രീകളെ അപമാനിച്ചിട്ടില്ലെന്നും പറഞ്ഞത് തെറ്റായി ഒടിച്ചതുമാണെന്നുമാണ് MPയുടെ വിശദീകരണം. സ്ത്രീകളെ അപമാനിക്കുന്ന സമീപനം തന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ലെന്നും MP പറയുന്നു. ഇത് സംഭവിച്ചു എന്ന് പറയുന്ന അല്ലെങ്കിൽ അനുഭവിച്ചു എന്ന് പറയുന്ന ഒരു വ്യക്തി പോലും രേഖാമൂലം ഇന്ന് വരെ ഒരു പരാതി നൽകിയിട്ടില്ല, ഒരു പോലീസ് സ്റ്റേഷൻ നൽകിയിട്ടില്ല, ഒരു നിയമ സംവിധാനത്തിൽ നൽകിയിട്ടില്ല. ഇങ്ങനൊരു പുകമറ സൃഷ്ടിച്ച്
വലിയ വിവാദം ഉണ്ടാക്കിയപ്പോൾ തന്നെ പാർട്ടി അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടന്നു. അല്ല, അന്ന് പരാതി കൊടുത്ത് നടന്നില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാമല്ലോ, ഇല്ലേ? ഇവരുടെയൊക്കെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണെന്നുള്ളത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഏതൊക്കെ മന്ത്രിമാരുടെ കൂടെയാണ് ഈ ആരോപണം പറഞ്ഞിട്ടുള്ള ആളുകൾ അവിടെ അർദ്ധവസ്ത്രം ധരിച്ച് നിൽക്കുന്നത്? എന്താ അതിൻ്റെയൊക്കെ പിന്നിൽ? നിങ്ങൾ തന്നെയല്ലേ കൊടുക്കുന്നത് ഇതൊക്കെ? പിന്നെ ഗുരുതരമായ കുറ്റം നിയമവിരുദ്ധമായി ചെയ്താൽ ഒരിക്കലും അതിനെ ന്യായീകരിക്കില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ കൊടുത്തത് എന്താണ്? രാഹുലിനെ ന്യായീകരിച്ച് ശ്രീകണ്ഠൻ, രാഹുലിനെ സംരക്ഷിച്ച് ശ്രീകണ്ഠൻ, രാഹുലിനെ വെള്ളപൂശി ശ്രീകണ്ഠൻ. ഞാൻ എവിടെയാണ് പറഞ്ഞത്? ഞാൻ ഒരു വെള്ളയും പൂശിയിട്ടില്ല. ഒരു വ്യക്തിക്ക് കിട്ടേണ്ട നിയമപരമായിട്ടുള്ള സംരക്ഷണം അദ്ദേഹത്തിന് കിട്ടണം. അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആരോപണം അത് രേഖാമൂലമല്ല, നിയമവ്യവസ്ഥയുടെ മുമ്പിലല്ല, ഒരു പോലീസ് സ്റ്റേഷനിലല്ല. എന്നിട്ടും കോൺഗ്രസ് പാർട്ടി വളരെ പെട്ടെന്ന് തന്നെ നടപടിയെടുത്തു എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി അത് അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആരോപണം അത് നിയമപരമായ വ്യവസ്ഥയിലോ നീതിന്യായ വ്യവസ്ഥയുടെ മുമ്പാകെ വന്ന് കുറ്റക്കാരനെന്ന് കണ്ടാൽ കർശനമായ നടപടി, അത് വി കെ ശ്രീകണ്ഠനാണെങ്കിലും ഏത് ഉന്നത നേതാവാണെങ്കിലും അത് സ്വീകരിക്കുന്ന ഞാൻ പറഞ്ഞത്. ഞാൻ സ്വയമാണ് പറഞ്ഞത്. ഒരിക്കലും പരാതി പറയുന്നവരെയോ അല്ലെങ്കിൽ ആക്ഷേപം പറയുന്നവരെ അപമാനിക്കൽ ഞങ്ങളുടെ സംസ്കാരമല്ല. അങ്ങനെ എന്തെങ്കിലും തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ പൂർണ്ണമായിട്ടും അത് എൻ്റെ ഉത്തരവാദിത്വത്തോടു കൂടി ഞാനത് പിൻവലിച്ചിരിക്കുന്നു. അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആര് പരാതി പറഞ്ഞാലും ആ പരാതിക്കാരെ ആക്ഷേപിക്കുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പരിപാടിയില്ല. ഒരിക്കലും സ്ത്രീയോട് അപമാനമായിട്ടോ ആക്ഷേപമായിട്ടോ സംസാരിച്ച ചരിത്രം എൻ്റെ ജീവിതത്തിലില്ല. അരുൺ ആലത്തൂർ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. അരുൺ, സംസ്കാരത്തെ പറ്റിയൊക്കെയാണ് വി കെ ശ്രീകണ്ഠൻ പറയുന്നത്. ഇങ്ങനെ പറയുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് നമ്മൾ ഈ രണ്ട് സ്ക്രീനിൽ കാണിച്ചത്. ഇദ്ദേഹം രാവിലെ മാധ്യമങ്ങളെ കാണുന്ന ഘട്ടത്തിൽ ഈ പരാതി നൽകിയിട്ടുള്ള സ്ത്രീകളെ പറ്റി വളരെ മോശമായി പറഞ്ഞു എന്നത് കേരളം മുഴുവൻ കണ്ടതാണ്. അതിനുശേഷമാണല്ലോ ഇപ്പോഴത്തെ ഈ ന്യായീകരണം. തീർച്ചയായിട്ടും ഗൗതം, വി കെ ശ്രീകണ്ഠൻ എം പി രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ രാവിലെ പ്രതികരിക്കാനായി മാധ്യമങ്ങളെ കണ്ട സമയത്താണ് ഇത്തരത്തിൽ വലിയ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വെളിപ്പെടുത്തൽ നടത്തിയ ആ യുവതിയെ അർദ്ധ വസ്ത്രധാരി എന്നൊക്കെ പറഞ്ഞ് തീർത്തും സ്ത്രീവിരുദ്ധമായ ഒരു പരാമർശമാണ് വി കെ ശ്രീകണ്ഠൻ എം പിയുടെ ഭാഗത്തു നിന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഉണ്ടായത്. ഏതായാലും ആ വിഷയത്തിൽ വലിയ വിമർശനങ്ങൾ ഉയരുകയായിരുന്നു. ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ സി കൃഷ്ണകുമാർ, അതുപോലെ തന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ശോഭാ സുരേന്ദ്രൻ, അതുപോലെ തന്നെ ഷാനിമോൾ ഉസ്മാൻ, പി കെ ശ്രീമതി തുടങ്ങി നിരവധി ആളുകളാണ് ഈ വിഷയത്തിൽ വി കെ ശ്രീകണ്ഠനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയത്. അത്തരത്തിലൊരു വിമർശനം ഉയർന്നതോടുകൂടെയാണ് പിന്നീട് വി കെ ശ്രീകണ്ഠൻ അതിൽ മാറ്റിപ്പറയുന്ന സാഹചര്യം ഉണ്ടായത്. താൻ ഒരു സ്ത്രീയെ അപമാനിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ പരാതിക്കാരെ അപമാനിക്കുന്ന തരത്തിലല്ല പറഞ്ഞത്, അല്ലെങ്കിൽ അത്തരത്തിലല്ല ഉദ്ദേശിച്ചത്, അങ്ങനെ താൻ പറഞ്ഞതിൽ ഏതെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പിന്നീട് വി കെ ശ്രീകണ്ഠൻ ആ വിഷയത്തിൽ മാറ്റിപ്പറയുകയായിരുന്നു ചെയ്തത് എന്നുള്ളതാണ്. ഏതായാലും ഈ സ്ത്രീവിരുദ്ധമായിട്ടുള്ള വി കെ ശ്രീകണ്ഠൻ്റെ ആ പരാമർശത്തിൽ അല്ലെങ്കിൽ ഈ പരാതിക്കാരെ തന്നെ തെറ്റായി ചിത്രീകരിക്കുന്ന ആ ഒരു ശ്രമം, അതിൽ വലിയ വിമർശനം തന്നെയാണ് ഇന്ന് വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്ന സാഹചര്യമുണ്ടായത്. അതേസമയം തന്നെ ഈ വി കെ ശ്രീകണ്ഠൻ രാഹുലിനെ ന്യായീകരിക്കുന്ന കാര്യങ്ങൾ അത് ആവർത്തിച്ച് പറയുകയായിരുന്നു. പ്രധാനമായിട്ടും ഈ പരാതിയുമായി ബന്ധപ്പെട്ട് കൃത്യമായ പരാതിയില്ലല്ലോ രാഹുലിന് എതിരെ എന്നുൾപ്പെടെയായിരുന്നു അദ്ദേഹം പറഞ്ഞത്. രാഹുലിനെതിരെ പരാതിയില്ല എന്ന് മാത്രമല്ല, എല്ലാവരും പുകമറയാണെന്നും രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നും ഉൾപ്പെടെ വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു വെക്കുകയാണ് ചെയ്തത്. അരുൺ, ഈ പാലക്കാട് എം പി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ന്യായീകരിച്ചതും ഒക്കെ നമ്മൾ കണ്ടു. ഇനിയും വേറൊരാളുണ്ടല്ലോ, ഷാഫി പറമ്പിൽ. അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഷേപ്പ് ചെയ്തെടുക്കുന്നത് ഷാഫി പറമ്പിലാണെന്നാണ് കോൺഗ്രസ്സുകാരും യൂത്തന്മാരും ഒക്കെ പറഞ്ഞു നടന്നത്. ഇപ്പോൾ ഈ ഷാഫിയെ കാണാനേ ഇല്ലല്ലോ. ഇദ്ദേഹം എവിടെയാണ് ഇപ്പോൾ ഉള്ളത്? ഗൗതം, ഷാഫി കഴിഞ്ഞ ദിവസം ഡൽഹിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഡൽഹിയിൽ നിന്നും പിന്നീട് വി കെ ശ്രീകണ്ഠൻ പാലക്കാട്ടേക്ക് എത്തി. പക്ഷേ ഷാഫി പാലക്കാട്ടേക്ക് എത്തിയിട്ടില്ല. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഷാഫി ബീഹാറിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിയുടെ പരിപാടിയുമായി ബന്ധപ്പെട്ട് ബീഹാറിലേക്ക് പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ബോധപൂർവ്വം മാധ്യമങ്ങളിൽ നിന്നും ഒളിച്ചോടുകയാണ് ചെയ്തത് എന്നുള്ള വിമർശനവും ഉയരുന്നുണ്ട്. നേരത്തെ ഗൗതം പറഞ്ഞതുപോലെ തന്നെ നമുക്കറിയാം, പാലക്കാട്ടേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊണ്ടുവന്ന് അവതരിപ്പിച്ചത്, സ്ത്രീകളുടെയും കുട്ടികളുടെയൊക്കെ മുന്നിൽ അവതരിപ്പിച്ചത് ഷാഫി പറമ്പിലാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ ഉയർന്നിട്ടുള്ള ഈ ആരോപണങ്ങളിൽ ഷാഫിക്ക് പാലക്കാട്ടെ ജനതയ്ക്ക് മുന്നിൽ മറുപടി പറയാനുള്ള ഒരു ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ ആ ഉത്തരവാദിത്വം ഏതായാലും ഇതുവരെ ഷാഫിയുടെ ഭാഗത്തു നിന്ന് അതിൽ ഒരു മറുപടി ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല, ഷാഫി ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൻ്റെ അരുമ ശിഷ്യനായ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനോട് മറ്റൊരു മണ്ഡലത്തിലേക്ക് മാറാൻ പറഞ്ഞ് പാലക്കാട് വീണ്ടും മത്സരിച്ച് മന്ത്രി അഥവാ UDF മറ്റ് അധികാരത്തിൽ വരികയാണെങ്കിൽ തനിക്ക്
മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയുള്ള ചില നീക്കങ്ങളൊക്കെ നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായുള്ള രഹസ്യ ചർച്ചകളൊക്കെ പാലക്കാട് നടത്തുകയും ചെയ്തിരുന്നു. നിലവിൽ ഏതായാലും അത്തരം നീക്കങ്ങൾക്ക് കൂടെയാണ് ഈ സംഭവത്തിലൂടെ വിള്ളലേറ്റിയിരിക്കുന്നത് എന്നുള്ളത് ഷാഫിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഷാഫി നിലവിൽ ഈ വിഷയങ്ങളിലൊന്നും പ്രതികരിക്കാൻ തയ്യാറാവാതെ ഒളിച്ചോടുന്ന സമീപനം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഈ സംഭവം നടന്ന് 24 മണിക്കൂർ കഴിഞ്ഞു. ഇതിൽ നിരവധി ആരോപണങ്ങൾ ഉയർന്നു കഴിഞ്ഞു. 24 മണിക്കൂറിൽ അതിലേറെ 48 മണിക്കൂറോളം പിന്നിട്ട് കഴിഞ്ഞു. അതിനുശേഷവും ഇതുവരെയും ഒരു അക്ഷരം പോലും ഷാഫിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ഒരു ഫേസ്ബുക്ക് കുറിപ്പോ മറ്റോ ഒന്നും തന്നെ ഷാഫിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഏതായാലും പാലക്കാട്ടെ ജനത ഈ ഷാഫി എന്ത് പറയുന്നു എന്ന് കേൾക്കാൻ കാത്തിരിക്കുന്നുണ്ട്. കാരണം പാലക്കാട്ടെ ഒരുപാട് വോട്ടർമാർ ഷാഫിയെ കൂടി വിശ്വസിച്ചുകൊണ്ടാണ് ഈ രാഹുലിന് വോട്ട് ചെയ്തിട്ടുള്ളത്. അത്തരം ഒരു വ്യക്തി ഇത്തരത്തിൽ നിരവധി സ്ത്രീവിരുദ്ധമായ കാര്യങ്ങൾ മാത്രമല്ല, സ്ത്രീകളെ മോശമായ രീതിയിൽ ചാറ്റ് ചെയ്യുന്നു, അവരുമായിട്ട് സംസാരിക്കുന്നു, അതൊക്കെ പുറത്തു വരുന്ന സാഹചര്യത്തിൽ ഒരു വോട്ടർ, നാളെ ഒരു സ്ത്രീ വോട്ടർ എങ്ങനെയാണ് രാഹുലിൻ്റെ ഓഫീസിലേക്ക് കടന്നു ചെല്ലുക എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള ചോദ്യം പാലക്കാട്ടെ വീട്ടമ്മമാരും മറ്റുമൊക്കെ ഉന്നയിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഷാഫി ആ വിഷയത്തിൽ എന്ത് പ്രതികരിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. നിലവിൽ പാലക്കാട് എം വി ശ്രീകണ്ഠൻ, അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിൽ എന്നിവർക്കെതിരെയും ഇപ്പോൾ പ്രതിഷേധം ഉയരുന്നുണ്ട്. കാരണം ഒന്ന്, ശ്രീകണ്ഠൻ രാവിലെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ന്യായീകരിക്കുകയും പരാതിക്കാരായ സ്ത്രീകളെ വളരെ വളരെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് വലിയ പ്രതിഷേധം സ്വന്തം പാർട്ടിയിൽ തന്നെ ഉയരുന്ന ഘട്ടത്തിലാണ് ശ്രീകണ്ഠൻ സംസ്കാരത്തെ പറ്റിയൊക്കെ ക്ലാസ് എടുത്തുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ വിഴുങ്ങുന്നത് നമ്മൾ കണ്ടത്. ഷാഫി പറമ്പിലാകട്ടെ തൻ്റെ അരുമ ശിഷ്യനായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്ര വലിയ ആരോപണം കേരളത്തിൽ ഉയരുന്ന ഘട്ടത്തിൽ ഒരക്ഷരം പോലും അതിൽ പ്രതികരിക്കാനും തയ്യാറായിട്ടില്ല. വിവരങ്ങൾ പങ്കുവച്ചത് അരുൺ ആലത്തൂർ. രാഹുൽ മാങ്കൂട്ടത്തിലിന് MLA സ്ഥാനത്ത് തുടരാൻ ഒരർഹതയുമില്ലെന്ന് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ B ഗോപാലകൃഷ്ണൻ. സ്ഥാനം രാജിവെച്ച് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്ക് വിടാൻ VD സതീശൻ തയ്യാറാകണമെന്നും B ഗോപാലകൃഷ്ണൻ കൊച്ചിയിൽ പറഞ്ഞു. ഹു കെയേഴ്സ് എന്ന് ചോദിച്ചാൽ പീപ്പിൾ കെയേഴ്സ് എന്നാണ് BJPയുടെ ഉത്തരം. അതുകൊണ്ട് ഒരു കാരണവശാലും ജനപ്രതിനിധിയായി ഇരിക്കാൻ അയാൾക്ക് അവകാശമില്ല. ജനപ്രതിനിധിയായിട്ട് ഈ കാര്യത്തിൽ ഇന്നലെ ഉച്ചയ്ക്ക് നടത്തിയ പത്രസമ്മേളനത്തിൽ പോലും മാധ്യമങ്ങളെപ്പോലും വെല്ലുവിളിക്കുന്ന സ്വഭാവമാണ്. എൻ്റെ പാർട്ടിയുടെ നേതാക്കന്മാർ എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല, ദേശീയ നേതാവ് ആവശ്യപ്പെട്ടിട്ടില്ല. ജനപ്രതിനിധി ആവാനുള്ള യോഗ്യതയില്ല. ഇയാൾ മനോരോഗിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ മനോരോഗിയാണ്, സെക്ഷൽ പെർവേർഷനാണ്, മനോരോഗിയാണ്. പറ്റുമെങ്കിൽ VD സതീശൻ ആദ്യം ചെയ്യേണ്ടത് ആ MLA സ്ഥാനം രാജിവെച്ച് ഏതെങ്കിലും ആശുപത്രി കൊണ്ടുപോയി കാണിച്ച് ആ മനോരോഗം മാറ്റി വീണ്ടും രാഷ്ട്രീയത്തെ കൊണ്ടുവരണം. കോൺഗ്രസിനെ വിമർശിച്ച് BJPയുടെ മറ്റൊരു സംസ്ഥാന ഉപാധ്യക്ഷൻ C കൃഷ്ണകുമാറും രംഗത്തെത്തിയിരിക്കുകയാണ്. ഇരകളെ അപമാനിച്ച് വേട്ടക്കാർക്കൊപ്പമാണ് കോൺഗ്രസ് നേതൃത്വം. ഇന്നലെ ഉച്ചവരെ പാർട്ടി സ്ഥാനം പോലും രാജിവെക്കാൻ രാഹുൽ തയ്യാറായിരുന്നില്ല. കഴിഞ്ഞ 3 വർഷമായി പാർട്ടി നേതൃത്വത്തിന് ഇക്കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നുവെന്നും അദ്ദേഹം ജനം TVയോട് പ്രതികരിച്ചു. വേട്ടക്കാരനോടൊപ്പമാണ് കോൺഗ്രസ് ഇരകളെ അപമാനിക്കുന്ന രീതിയിലാണ് കോൺഗ്രസിൻ്റെ നേതാക്കളുടെ പ്രസ്താവന. ഇന്നലെ ഉച്ചയ്ക്ക് വരെ കോൺഗ്രസിൻ്റെ ഒരു നേതാവും രാഹുലിനോട് പാർട്ടി സ്ഥാനം പോലും രാജിവെക്കാൻ ആവശ്യപ്പെടുന്നില്ല. ഇന്ന് കോൺഗ്രസിൻ്റെ നേതാക്കൾ രാഹുലിനെ ന്യായീകരിച്ചു വരികയാണ്. അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാവുന്നത് കഴിഞ്ഞ 3 വർഷക്കാലം കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ എല്ലാ അറിവും സമ്മതത്തോടു കൂടിയിട്ടാണ് രാഹുൽ ഈ നടപടികളുമായിട്ട് ഇത്തരം പ്രവർത്തികളുമായിട്ട് മുന്നോട്ട് പോയെന്നുള്ളത് വ്യക്തമാവുകയാണ്. പാലക്കാട് വിക്ടോറിയ കോളേജിന് മുന്നിൽ BJP പ്രതിഷേധം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് BJP പ്രവർത്തകർ പ്രതിഷേധിച്ചത്. അരുൺ ആലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ BJPയുടെ പ്രതിഷേധം തുടരുകയാണ്. രാഹുൽ ഈ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് BJP പ്രതിഷേധിക്കുന്നത്. ഇപ്പോൾ പാലക്കാട് വിക്ടോറിയ കോളേജിന് മുന്നിൽ BJP പ്രവർത്തകർ മെഗാ ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുകയാണ്. രാഹുൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിക്ടോറിയ കോളേജിന് മുന്നിൽ പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്ന ഒരു ബോർഡിൽ അവർ ഒരു പെന്നും അതുപോലെ തന്നെ മറ്റും വെച്ചുകൊണ്ട് എല്ലാവർക്കും പൊതുജനങ്ങൾക്ക് ഉൾപ്പെടെ ഇവിടെ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഓരോ കാര്യങ്ങൾ എഴുതുന്നത്. റിസൈൻ രാഹുൽ, അതുപോലെ കോഴിയുണ്ട് സൂക്ഷിക്കുക, മാങ്കൂട്ടമുണ്ട് സൂക്ഷിക്കുക തുടങ്ങിയ വാക്കുകളൊക്കെ ഇങ്ങനെ ഓരോ ആളുകളും വന്ന് എഴുതുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഈ BJPയുടെ പാലക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവർ ജനകീയ വിചാരണ ഉൾപ്പെടെ നടത്തിയിരുന്നു. ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരമൊരു പ്രതിഷേധം? വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോഴും രാഹുൽ മാങ്കൂട്ടം പൊതുസമൂഹത്തോട് ചോദിക്കുന്ന ചോദ്യം ഹൂ കെയേഴ്സ് എന്നാണ്. ഇവിടുത്തെ സഹോദരിമാരുടെ ആത്മാഭിമാനം ചോദ്യം ചെയ്യപ്പെട്ടാൽ ഇവിടെ അതിനെ ചോദ്യം ചെയ്യാനും അതിന് താക്കീത് ചെയ്യാനും അതിനെതിരെ പ്രതികരിക്കാനും നെട്ടലുള്ള ഒരു സമൂഹമുണ്ട് എന്ന മറുപടി നൽകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതുപോലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്.
ഈ MLA സ്ഥാനം രാജിവെക്കുന്നവരെ ഇത്തരം പരിപാടികളുമായി പാലക്കാട് മണ്ഡലം കമ്മിറ്റി മുന്നോട്ട് പോകും. MLA എന്ന രീതിയിൽ പാലക്കാട്ടെ ഒരു ഔദ്യോഗിക പരിപാടികളിലും പങ്കെടുക്കാൻ BJP അനുവദിക്കില്ല എന്നതാണ് ഞങ്ങളുടെ പ്രഖ്യാപനം. ഇത് പൊതുസമൂഹത്തിന് റിയാക്ട് ചെയ്യാനുള്ള ഒരു വേദിയാണ് BJP ഒരുക്കിയിട്ടുള്ളത്. ഇത്തരം പരിപാടികൾ തുടരും. രാഹുൽ രാജിവെക്കണം എന്നുള്ള ഉറച്ച നിലപാട് തന്നെ. പിന്നെന്താ, ഇതിൽ സംശയപ്പെടാനൊന്നുമില്ലല്ലോ. അദ്ദേഹം എത്രയും പെട്ടെന്ന് രാജിവെച്ചാൽ അത്രയും തടിതപ്പാന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്. ഇവിടെ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? അതായത് പൊതുജനങ്ങൾക്കെല്ലാം വന്ന് ഇവിടെ എഴുതാം. ഇവിടെ പൊതുജനങ്ങൾക്കും അതുപോലെ തന്നെ ഈ കോളേജിന്റെ മുന്നിൽ നമ്മൾ ചെയ്യാറുണ്ടായിരുന്ന കാരണം തന്നെ വിദ്യാർത്ഥിനികൾക്കും രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും പ്രതികരിക്കാനുള്ള ഒരു അവസരം തന്നെയാണ്. അമർഷം പുറത്തു കാണിക്കാൻ മടിയും ഭയവുമുള്ള ആളുകൾക്ക് വന്ന് എഴുതി വെച്ച് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്നതിനുള്ള അവസരമാണ് വി ഹേറ്റ് ക്യാമ്പയിൻ എന്ന രീതിയിൽ പാലക്കാട് മണ്ഡലം കമ്മിറ്റി ഇന്ന് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഈ സമരങ്ങൾ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ സമരങ്ങളും വലിയ പ്രക്ഷോഭങ്ങളും ഒക്കെ തുടരുന്നുള്ളത് തന്നെയാണ്. 100% MLA ഒരു നിമിഷം അയാൾ തുടരാൻ പാടില്ല, രാജിവെക്കണം. രാജിവെച്ചിട്ടില്ലെങ്കിൽ പാലക്കാട് നിയോജകമണ്ഡലത്തെ ഒരു പ്രോഗ്രാമിലും MLA പങ്കെടുക്കാൻ BJP അനുവദിക്കില്ല. ഏതായാലും ഓരോരുത്തരും അവരുടെ ഓരോ വാക്കുകൾ അല്ലേ. തീർച്ചയായിട്ടും ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് പല വീടുകളിൽ കയറേണ്ട ഒരു വ്യക്തിയാണ്. പക്ഷേ വീട്ടിൽ പോലും കയറ്റാൻ പറ്റാത്ത ഒരു വ്യക്തി എന്ന നിലയ്ക്ക് തെളിയിച്ചേക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്ന നിലയ്ക്ക് അദ്ദേഹം ആ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല. അദ്ദേഹം രാജിവെക്കുക തന്നെ വേണം. ഈ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. ഏതായാലും BJPയുടെ പ്രതിഷേധം തുടരുകയാണ്. വിക്ടോറിയ കോളേജിന് മുന്നിലാണ് ഇത്തരത്തിൽ ഒരു വ്യത്യസ്തമായ പ്രതിഷേധം ഇപ്പോൾ BJP സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ പ്രതിഷേധം മാത്രമല്ല, രാഹുലിനെ പാലക്കാട് കാലുകുത്താൻ അനുവദിക്കില്ല. വിവിധങ്ങളായ പ്രതിഷേധ പ്രക്ഷോഭ പരിപാടികളുമായി വരും ദിവസങ്ങളിലും മുന്നോട്ട് പോകും എന്നുള്ളതാണ് BJP പ്രവർത്തകർ നേതാക്കൾ അറിയിക്കുന്നത്. പാലക്കാട് വിക്ടോറിയ കോളേജിന് മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അടിയന്തരമായി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രവർത്തകർ പ്രതിഷേധിക്കുന്നു. അതിൻ്റെ വാർത്തകളാണ് അരുൺ ആലത്തൂർ പങ്കുവച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനത്ത് തുടരുന്നതിൽ UDF-ൽ ഭിന്നത. കോൺഗ്രസിൽ സതീശൻ ഷാഫി പറമ്പിൽ കൂട്ടുകെട്ടിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് ഒരു കൂട്ടം നേതാക്കൾ. MLA സ്ഥാനത്ത് രാഹുൽ തുടരുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. പ്രശാന്ത്, നേരത്തെ തന്നെ ഈ ഷാഫി പറമ്പിൽ VD സതീശൻ കൂട്ടുകെട്ടിനെതിരെ വലിയ വിമർശനം കോൺഗ്രസ് പാർട്ടിക്കകത്ത് വിശേഷിച്ച് യൂത്ത് കോൺഗ്രസിലുമൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോൾ വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് ഈ വിഷയത്തോടു കൂടി മാറുകയാണ്. ഗൗതം, യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. MLA സ്ഥാനം അടക്കം രാജിവെക്കണമെന്നൊരു ആവശ്യം ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടം മത്സരിക്കാനെത്തുമ്പോൾ പോലും പാലക്കാട് മത്സരിക്കാൻ എത്തുന്ന സമയത്ത് പോലും മുതിർന്ന നേതാക്കൾ അറിയിച്ചിരുന്നു രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കണ്ട എന്ന് അറിയിച്ചിരുന്നു. എന്നാൽ അവരുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കാരണം രാഹുലിൻ്റെ പരാമർശങ്ങളും രാഹുലിൻ്റെ നേതാക്കളുടെ സമീപനമെല്ലാം വളരെ അത്തരം സമീപനങ്ങൾ അതുകൊണ്ട് തന്നെ രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കേണ്ട എന്നൊരു തീരുമാനത്തിലായിരുന്നു മുതിർന്ന നേതാക്കളടക്കം പാർട്ടിയിൽ പറഞ്ഞത്. എന്നാൽ VD സതീശനും അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിലും, ഈ രണ്ടുപേരാണ് പ്രധാനമായിട്ടും ഷാഫി പറമ്പിലും ഇവർ ചേർന്നാണ് തീരുമാനമെടുക്കുകയും രാഹുൽ മാങ്കൂട്ടം തന്നെ മത്സരിച്ചാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയൊക്കെ ചെയ്തത്. അതിൻ്റെ ഫലമാണ് ഇന്ന് അനുഭവിക്കുന്നത് എന്നാണ് നേതാക്കന്മാരിപ്പോൾ പറയുന്നത്. പാർട്ടിയെ തന്നെ നാണക്കേടാക്കുന്ന സാഹചര്യം ഓരോ ദിവസം കഴിയും തോറും ഇങ്ങനെ ഓഡിയോ സന്ദേശങ്ങളായിക്കോട്ടെ, അതോടൊപ്പം തന്നെ വാട്സപ്പ് ചാറ്റുകൾ, ഇൻസ്റ്റാഗ്രാം ചാറ്റുകളായിക്കോട്ടെ, ഇങ്ങനെ പുറത്തു വരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വ്യക്തി, ഇത്തരം സ്വഭാവ വൈകൃതമുള്ള ഒരു വ്യക്തി ഈ ഒരു ഉന്നത സ്ഥാനത്ത് തുടർന്നത് വലിയ നാണക്കേട് കൂടുതൽ പാർട്ടിക്ക് ഉണ്ടാക്കുമെന്ന് ആണ് പൊതുവിലെ വിചാരം. എന്നാൽ ഒരു പൊതുമധ്യത്തിലോ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിലോ ഇവരാരും പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ പോലും പാർട്ടിക്കുള്ളിലെ ചർച്ച ഇതാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഈ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ നിയമസഭാ രാഹുൽ മാങ്കൂട്ടത്തിനോട് രാജിവെക്കാൻ ആവശ്യപ്പെടാത്തതിൽ കോൺഗ്രസിനകത്ത് തന്നെ അമർഷം ശക്തമാകുകയാണ്. ഷാഫി പറമ്പിൽ VD സതീശൻ കൂട്ടുകെട്ടിനോട് നേരത്തെ തന്നെ കടുത്ത അതൃപ്തിയുള്ള കോൺഗ്രസിലെ ഒരു വിഭാഗം ഇപ്പോൾ രാഹുലിൻ്റെ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയ പടയൊരുക്കത്തിന് നേതൃത്വം നൽകുന്നു എന്നാണ് പ്രശാന്ത് ശങ്കരമംഗലത്ത് തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. MLA സ്ഥാനത്ത് നിന്നുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി ആവശ്യപ്പെടാനോ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനോ കഴിയാതെ വെട്ടിലായിരിക്കുകയാണ് CPIM. ലൈംഗിക വിവാദങ്ങളിൽ ആരോപണ വിധേയരെ സംരക്ഷിച്ച മുൻ നിലപാടാണ് തിരിച്ചടിയാകുന്നത്. ഇരു മുന്നണികൾക്കും ധാർമ്മിക പ്രതിസന്ധി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ രാഹുലിൻ്റെ വിഷയം ആളിക്കത്തിക്കാനാണ് BJPയുടെ നീക്കം. ലൈംഗിക ആരോപണങ്ങളിൽ കേസെടുത്താലും അറസ്റ്റ് ചെയ്താലും
MLA സ്ഥാനത്ത് നിന്നുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെടാൻ കഴിയാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് CPM. കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി രാഹുലിന്റെ രാജി ആവശ്യപ്പെടാത്തതും ശ്രദ്ധേയമായിരുന്നു. ലൈംഗിക വിവാദങ്ങളിൽ CPM മുമ്പ് സ്വീകരിച്ച നിലപാടാണ് പാർട്ടിയെ കുഴപ്പിക്കുന്നത്. ആരോപണ വിധേയരായ P. ശശി, PK ശശി, NV വൈശാഖൻ, മുകേഷ് MLA തുടങ്ങിയ നേതാക്കളെയെല്ലാം സംരക്ഷിച്ചു നിർത്തുകയായിരുന്നു പാർട്ടി. DYFI വനിതാ പ്രവർത്തകർ ആരോപണം ഉന്നയിച്ച P. ശശിക്കും PK ശശിക്കും NV വൈശാഖിനുമെതിരെ ഉണ്ടായത് പാർട്ടി നടപടി മാത്രം. P. ശശി പിന്നീട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി. മുകേഷ് MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി തന്നെ പ്രഖ്യാപിച്ചു. ഈ നിലപാടുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിന് തുണയാകുന്നത്. പീഡനക്കേസുകളിൽ പ്രതികളായ M. വിൻസെന്റും എൽദോസ് കുന്നപ്പള്ളിയും MLA സ്ഥാനത്ത് തുടരുന്നതും രാഹുലിന് പിടിവള്ളിയാണ്. അപ്രതീക്ഷിത വിവാദം UDFനെയും രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു. ഓണം കഴിഞ്ഞാൽ നിയമസഭാ സമ്മേളനം എത്തും. വിവിധ വിഷയങ്ങളിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ കാത്തിരുന്ന UDFന് വിവാദം കല്ലുകടിയായി. രാഹുലിനെതിരായ ആരോപണങ്ങളും അത് പ്രതിപക്ഷ നേതാവ് മറച്ചുപിടിച്ചതുമെല്ലാം ഭരണപക്ഷം സഭയിൽ ഉന്നയിക്കും. ലൈംഗികാരോപണങ്ങളിൽ ഇരു മുന്നണികളും പ്രതിസന്ധിയിലായിരിക്കുന്ന സാഹചര്യത്തിൽ രാഹുലിന്റെ രാജിയാവശ്യം ശക്തമാക്കുകയാണ് BJP. ധാർമ്മികത ചൂണ്ടിക്കാണിച്ച് വരും ദിവസങ്ങളിലും BJP പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കും. ജനം, തിരുവനന്തപുരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിൽ 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ അദ്ദേഹം നാടിന് സമർപ്പിച്ചു. ചാണക്യന്റെയും ചന്ദ്രഗുപ്ത മൗര്യന്റെയും നാടാണ് ബീഹാർ. പഹൽഗാമിനെ തിരിച്ചടിയായി ഭീകരരെ മണ്ണോട് ചേർക്കുമെന്ന് ബീഹാറിന്റെ മണ്ണിൽ നിന്നും താൻ നടത്തിയ പ്രതിജ്ഞ നിറവേറ്റിയത് ലോകം കണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ബീഹാറിലെ പൗരന്മാരുടെ അവകാശങ്ങൾ അനധികൃത കുടിയേറ്റക്കാർക്ക് തട്ടിയെടുക്കാൻ അനുവദിക്കില്ല. നുഴഞ്ഞുകയറ്റക്കാർക്കൊപ്പം നിൽക്കുന്നത് ആരാണെന്ന് ജനങ്ങൾക്കറിയാമെന്നും അദ്ദേഹം പ്രതികരിച്ചു. इच्छा थी न रोजगार था। बिहार की कितनी पीढ़ियों को इन लोगों ने बिहार से पलायन के लिए मजबूर कर दिया था। साथियों, बिहार के लोगों को आरजेडी और उनके साथी सिर्फ अपना वोट बैंक मानते हैं। उन्हें गरीब के सुख दुख, गरीब के मान सम्मान से कोई मतलब नहीं है। ബീഹാറിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ നാടിന് സമർപ്പിക്കുകയായിരുന്നു. അതിനുശേഷം ആ സമ്മേളനത്തിൽ സംസാരിക്കുന്ന ഘട്ടത്തിലാണ് വിവിധ വിഷയങ്ങൾ അദ്ദേഹം പരാമർശിച്ചത്. ഓപ്പറേഷൻ സിന്ദൂരിന് തൊട്ടു മുൻപ് അദ്ദേഹം ബീഹാറിലെത്തുന്ന ഘട്ടത്തിൽ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു. അതായത് ഭീകരർക്കെതിരെ ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്ന കൃത്യമായ സന്ദേശം പ്രധാനമന്ത്രി നൽകിയിരുന്നു. വീണ്ടും ബീഹാറിലെത്തുന്ന ഘട്ടത്തിൽ ഒരിക്കൽ കൂടി പ്രധാനമന്ത്രി അക്കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. തൻ്റെ അവസാന ബീഹാർ സന്ദർശന വേളയിലാണ് ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ നടത്തിയത്. അതിന് ശക്തമായ തിരിച്ചടി നൽകി എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നിപ്പോൾ ബീഹാറിൽ സംസാരിക്കുന്ന ഘട്ടത്തിൽ വ്യക്തമാക്കിയത്. വികസിത ബീഹാറിന് പ്രധാനമന്ത്രി മുൻഗണന നൽകുമെന്ന് ചിരാഗ് പാസ്വാൻ MP. ബീഹാറിന് അദ്ദേഹം പ്രത്യേക പരിഗണനയാണ് നൽകുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 9 തവണയാണ് പ്രധാനമന്ത്രി ബീഹാർ സന്ദർശിക്കുന്നതെന്നും വികസിത ബീഹാറിലേക്കുള്ള മുന്നേറ്റമാണ് അദ്ദേഹത്തിന്റെ ഓരോ സന്ദർശനത്തിന്റെയും ലക്ഷ്യമെന്നും ചിരാഗ് പാസ്വാൻ കൂട്ടിച്ചേർത്തു. एक विकसित बिहार का संकल्प प्रधानमंत्री जी के लिए कितनी बड़ी प्राथमिकता है। ऐसे में आज एक बार फिर हजारों करोड़ों की सौगात बिहारियों को वो समर्पित करके जाएंगे। और मैं मानता हूं कि ये प्यार बिहारियों के लिए जो प्रधानमंत्री जी के दिल में है और बिहारी जिस तरीके से प्रधानमंत्री जी को प्यार करते हैं, ये अपने में एक ऐसा जोड़ है जो बिहार को विकसित राज्य बनाने की दिशा में और ज़्यादा गति देगा। നിമിഷപ്രിയ കേസിൽ മാധ്യമപ്രവർത്തകർ തടയണമെന്ന സുപ്രീം കോടതിയിൽ ഹർജി. സുവിശേഷകൻ KA പോളിന്റെ ഹർജിയിൽ കോടതി നോട്ടീസ് അയച്ചു. യമനിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ചർച്ചകൾക്കായി 3 ദിവസത്തേക്ക് വാർത്തകൾക്ക് വിലക്കേർപ്പെടുത്തണമെന്നും പോൾ ആവശ്യപ്പെട്ടു. പോൾ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. അതിന്റെ തത്സമയ സംപ്രേഷണത്തിലേക്ക്. And I want to thank Modi ji, Amit ji, but not the Ministry of External Affairs, Jai Shankar, who has miserably failed, demanding his resignation. Thank you. Also, you have mentioned 2 people's name who you don't want to speak or claim things on TV. Also, 3 days back, you don't want the news of newspaper to be aired. Why those 3 days? What's because today is 22nd. 24th or 25th, they demanded Nimisha's death. You see, these are all official.
Abdul Fattah is posting on his Facebook about Abu Bakr, and the letter clearly says from Nimisha from the prison and Nimisha's mother and advocate, power of attorney holder Dr. Samuel Jerome, mentioning these names in the letter. I believe you have it. Sam Subhas Chandran, advocate, Nimisha Foundation, fake foundation, I believe. 27 cases. Yesterday I was in Cochin, Kerala. 27 FIRs were filed because these people are using Nimisha name collecting money, whereas I am spending lakhs and crores of rupees my own money. മറ്റു വാർത്തകൾ നോക്കാം. സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. മലപ്പുറം ചേലാമ്പ്ര സ്വദേശിയായ 47-കാരനാണ് രോഗബാധ. പനി ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ഇതോടെ രോഗം ബാധിച്ചവരുടെ എണ്ണം സംസ്ഥാനത്ത് 5ആയി. മലപ്പുറം ചേലമ്പ്രം സ്വദേശിയായ 47-കാരനാണ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. 20 ദിവസമായി രോഗി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്നലെ നടത്തിയ CSF പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. രോഗം സ്ഥിരീകരിച്ച പ്രദേശത്തെ 80 വാർഡുകളിൽ ക്ലോറിനേഷൻ നടത്തി. ഇയാൾ 1 മാസം മുൻപ് കണ്ണൂരിൽ ജോലി ചെയ്തിരുന്നു. ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം ഇതോടെ 5ആയി. ഓമശ്ശേരി സ്വദേശിയായ 3 മാസം പ്രായമായ കുട്ടിയും മലപ്പുറത്തെ 11 വയസ്സുകാരിയും വെന്റിലേറ്ററിൽ തുടരുകയാണ്. താമരശ്ശേരിയിലെ അനയുടെ സഹോദരനായ 7 വയസ്സുകാരന് ഇന്നലെയാണ് രോഗം സ്ഥിരീകരിച്ചത്. അന്നശ്ശേരി സ്വദേശിയായ യുവാവിന്റെ ആരോഗ്യനിലയും ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. മലപ്പുറം ചെനക്കലങ്ങാടി സ്വദേശിയായ കുട്ടിക്ക് രോഗം പിടിപെടാൻ കാരണമായ ജലസ്രോതസ് കണ്ടെത്താൻ ആരോഗ്യ വകുപ്പ് ജലസാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. വീടിനു സമീപത്തെ തോട്ടിലും കോഴിക്കോട് കായണ്ണയിലെ ടെറസിനോട് ചേർന്ന സ്കൂളിലും കുട്ടി കുളിച്ചിരുന്നു എന്നാണ് കണ്ടെത്തൽ. 5 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിക്കപ്പെട്ട സാഹചര്യത്തിൽ അതീവ ജാഗ്രതയിലാണ് ജില്ല. ജനം, കോഴിക്കോട്. തിരുവനന്തപുരം തൈക്കാട് സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള ആശുപത്രിയിൽ 3 ദിവസമായി വെള്ളമില്ല. നിരവധി തവണ പരാതിപ്പെട്ടിട്ടും നടപടിയുണ്ടായില്ലെന്ന് രോഗികളും കൂട്ടിരിപ്പുകാരും പറഞ്ഞു. പ്രാഥമിക ആവശ്യങ്ങൾക്കായി കുടിവെള്ളം വാങ്ങി ഉപയോഗിക്കേണ്ട സ്ഥിതിയാണെന്നും പരാതി ഉയർന്നു. തൊട്ട് ഇവിടെ വെള്ളമില്ല. അപ്പോൾ ഇന്നലെ അവരുടെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞു ടാങ്കറിൽ വെള്ളം അടിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2-3 ടാങ്കർ വെള്ളം അടിച്ചു. അത് അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് വെള്ളമില്ല. എവിടെ പോയൊക്കെയാണ് നമ്മൾ ബാത്റൂമിൽ പോണത്. അല്ലേ, നമ്മൾ റിസപ്ഷനിൽ വന്ന് സംസാരിക്കുമ്പോൾ അവർ പറയണതെന്ന് വെച്ചാൽ വെള്ളം വരും, ടാങ്കിൽ അടിച്ചിട്ടുണ്ടെന്നാണ് പറയണത്. രാത്രിയും വന്നായിരുന്നു. നമ്മളെല്ലാവരും സംസാരിച്ചിട്ട് അവർക്കൊരു നടപടി എടുക്കണമെന്നില്ല. അവർ പറയണമെന്ന് വെച്ചാൽ 60,000 ലിറ്റർ വെള്ളം അടിച്ചിട്ടുണ്ട്, ഉടനെ കിട്ടും. നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടായിരുന്നു. 3 ദിവസമായി. ഒരു ടാങ്ക് വെള്ളം അടിച്ചാൽ ഇത്ര ജനങ്ങൾ കിടക്കണടുത്ത് എവിടെ എത്തുകയും. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായുള്ള തലസ്ഥാനത്തെ ഏക സർക്കാർ ആശുപത്രിയിലാണ് ഈ ഗതികേട്. കഴിഞ്ഞ 3 ദിവസമായി ആശുപത്രിയിൽ വെള്ളമില്ല എന്നാണ് പരാതി. ഇന്നിപ്പോൾ രാവിലെ ഇത്രയും സമയമായിട്ടും കുട്ടികളുടെ വാർഡിൽ വെള്ളമില്ല. വേറെ എവിടെയൊക്കെ ഞാൻ നോക്കിയിട്ട് വെള്ളമില്ല. ഇപ്പോൾ എവിടെയോ കുറച്ച് പേ വാർഡിലും കണ്ട വെള്ളം വന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ അമ്മമാരെല്ലാം അങ്ങോട്ടാണ് കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ആളില്ലാത്തത്. എല്ലാവരും ഇന്നലെ ഇവിടെ റിസപ്ഷനിൽ വന്ന് നിന്ന് കംപ്ലൈൻറ്റ് ചെയ്തതാണ്. അവർ പറയുന്നത് സിറ്റി മൊത്തം വെള്ളമില്ലെന്നാണ് പറയണത്. പ്രസവ ശുശ്രൂഷയുടെ ഭാഗമായി എത്തിയവരും കൂട്ടിരിപ്പുകാരും കുട്ടികളും ഉൾപ്പെടെ വെള്ളമില്ലാതായതോടെ ബുദ്ധിമുട്ടിലായി. 20 രൂപ 40 രൂപ വെള്ളം വാങ്ങി ഇവിടെ ഞങ്ങൾക്ക് പറ്റും. അത് ഞങ്ങൾ വെള്ളം വാങ്ങി ഉപയോഗപ്പെടുത്തുമോ, കുഞ്ഞുങ്ങൾക്ക് ആഹാരം വാങ്ങിച്ചു കൊടുക്കുമോ? കുടിക്കുവാനും പ്രാഥമിക ആവശ്യങ്ങൾക്കും മറ്റുമായി കുപ്പിവെള്ളം വാങ്ങി ഉപയോഗിക്കേണ്ട സ്ഥിതിയെന്നും അമ്മമാർ പരാതിപ്പെടുന്നു. ഇന്നലെ വൈകുന്നേരം മുതൽ ഞങ്ങൾ വെള്ളമില്ല. പ്രസവ വാർഡിൽ വെച്ചിട്ട് വെള്ളമില്ല. കുപ്പിവെള്ളങ്ങൾ വാങ്ങിച്ചാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. 5-6 കിലോ കുപ്പിവെള്ളം വാങ്ങാനും കയ്യിൽ നിവർത്തികളില്ല. ആഹാരം പോലും കഴിക്കാൻ പറ്റില്ല. ചായ മാത്രം വാങ്ങിക്കാനാണ് വന്ന് നിൽക്കുന്നത്. ആഹാരം കഴിച്ചാൽ ബാത്റൂമിൽ പോകണമെന്നുണ്ടെങ്കിൽ വെള്ളമില്ല. 3 ദിവസം കൊണ്ട് വെള്ളമില്ല.
അധികൃതരോട് പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ല. നഗരത്തിൽ എല്ലായിടത്തും വെള്ളമില്ല എന്ന മറുപടിയാണ് അധികൃതർ നൽകിയതെന്നുമാണ് കൂട്ടിരിപ്പുകാരുടെ പരാതി. ഗർഭിണികളായ സ്ത്രീകളും പ്രസവ ശുശ്രൂഷയ്ക്കായി എത്തുന്നവരും കുട്ടികളുമാണ് ആശുപത്രിയിൽ. വെള്ളം ലഭ്യമാക്കാനുള്ള നടപടി ഉണ്ടായില്ലെങ്കിൽ കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നും കൂട്ടിരിപ്പുകാർ പരാതിപ്പെടുന്നു. ജനം, തിരുവനന്തപുരം. പാലക്കാട് മുതലമടയിൽ വനവാസി യുവാവിനെ പൂട്ടിയിട്ട് മർദ്ദിച്ച സംഭവത്തിൽ വെസ്റ്റേൺ ഗേറ്റ്സ് ഉടമ പ്രഭുവിനെതിരെ കേസെടുത്തു. പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമപ്രകാരമാണ് കേസെടുത്തത്. വെള്ളയ്യൻ എന്ന യുവാവിനെ 6 മാസത്തോളം പട്ടിണിക്കിട്ട് മർദ്ദിച്ചതായാണ് പരാതി. അരുൺ ആലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പാലക്കാട് മുതലമടയിലാണ് ഒരു വനവാസി യുവാവിനെ അടച്ചിട്ട മുറിയിൽ പട്ടിണിക്കിട്ട് മർദ്ദിച്ചെന്ന പരാതി ഉയർന്നിരിക്കുന്നത്. മുതലമട മുച്ചക്കുണ്ട് ചമ്പക്കുഴിയിൽ താമസിക്കുന്ന വെള്ളയൻ എന്ന വനവാസി യുവാവിനാണ് മർദ്ദനമേറ്റത്. മുതലമട ഊർക്കുളം വനമേഖലയിൽ ഫാം സ്റ്റേയിൽ ഉടമയാണ് സംഭവത്തിന് പിന്നിലെന്നാണ് പരാതി. വെള്ളയനെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. 6 ദിവസത്തോളം ഈ യുവാവിനെ അടച്ചിട്ട മുറിയിൽ പട്ടിണിക്കിട്ട് മർദ്ദിച്ചു എന്നുള്ളതാണ് പരാതി. എന്താണ് സംഭവം? ഇയാൾ അവിടെ ജോലിക്ക് പോയ ആളാണ്. റിസോർട്ടിലല്ല, റിസോർട്ടിൻ്റെ അടുത്തുള്ള അയാളുടെ പറമ്പിൽ ജോലിക്ക് പോയ ആളാണ്. തേങ്ങ പെറുക്കാൻ പോയപ്പോൾ മദ്യക്കുപ്പി കിട്ടി. അപ്പോൾ കുപ്പിയിൽ ഞങ്ങൾ കണ്ടതാണ്, കംപ്ലീറ്റ് പുറത്ത് ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ ഒരു കുപ്പി എടുത്ത് കുടിച്ചു, ഒരു ബീർ കളിച്ചത് ഓണർ കണ്ടപ്പോൾ എടുത്ത് ഇയാളിനെ റൂമിൽ അടച്ചിട്ടു. ഒരു ദിവസം ഒരു നേരം ആഹാരമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഒന്നും ചെയ്തിട്ടില്ല. മൂത്രം ഒഴിക്കാൻ വരെ വിട്ടില്ല. ഇയാൾ റൂമിൽ കിടന്നാണ് മൂത്രം ഒഴിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് ഈ വിവരം അറിഞ്ഞത് അവിടെ തന്നെ ഒരു വയസ്സായ ഒരാളുണ്ട്, തമിഴൻ ഒരാളുണ്ട്. ഇയാളാണ് ഇന്നലെ ഞങ്ങളോട് പറഞ്ഞത്. അയാളുടെ പറഞ്ഞ വിവരം കൊണ്ടാണ് നമ്മൾക്ക് പോയത്. ഇയാളും അപകട അവസ്ഥയിലാണ് ഇയാളും അവിടെ ജീവിക്കുന്നത്. ഇപ്പോൾ ഈ ആളുടെ ആരോഗ്യനില എങ്ങനെയുണ്ട്? ആരോഗ്യനില ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഭക്ഷണം കഴിക്കാത്തതിൻ്റെ ക്ഷീണമാണ്. വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. ആൾ BP ഷുഗറൊന്നും ഇല്ലാത്ത ആളാണ്. നല്ല ആരോഗ്യമുള്ള ആളാണ്. പക്ഷേ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് നല്ല ക്ഷീണമാണ്. മയക്കത്തിലാണ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഞങ്ങൾ പോയിട്ടാണ് തപ്പിപ്പിടിച്ചത്. പിന്നെയാണ് പോലീസുകാർ വന്നു. വാതിലൊക്കെ ഉടച്ചിട്ടാണ്. ഇത് 12ാം വാർഡിലാണ് ഈ റിസോർട്ട് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ 2 ദിവസം പോയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഈ ആൾ മരിച്ചിട്ടുണ്ടാവും. ഇതുപോലെ തന്നെ ചപ്പക്കാട് എന്ന പ്രദേശത്തിൽ 2 യുവാക്കൾ, ആദിവാസി യുവാക്കൾ കാണാണ്ട് പോയിട്ടുണ്ട്. അതിന് പിന്നിൽ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരോ, ഞാൻ കുറേ ശ്രമം നടത്തി വാർഡ് മെമ്പർ എന്ന നിലയിൽ. അപ്പോൾ അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരും ഇങ്ങനത്തുള്ള ആദിവാസികൾക്ക് പിന്നിൽ ആരും വരുന്നില്ല. ഇപ്പോൾ നിങ്ങൾ പോലീസിൽ പരാതിയൊന്നും നൽകിയിട്ടില്ല. അത് പോലീസിൻ്റെ നിർദ്ദേശപ്രകാരമാണ്. പോലീസുകാരാണ് പറഞ്ഞത് നിങ്ങൾ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി ഞങ്ങൾ രാവിലെ വരാമെന്ന് പറഞ്ഞതാണ്. ഇനി ഇതുവരെ ആരും വന്നിട്ടില്ല. ശക്തമായ ഒരു പരാതി മറ്റുമായിട്ട് മുന്നോട്ട് പോകാനാണ് നിങ്ങൾ ശക്തമായ, അതായത് നമ്മൾ ഇന്നലെ കണ്ടപ്പോൾ തന്നെ ഈ സംഭവം അറിഞ്ഞപ്പോൾ ഞങ്ങൾ പോലീസിൽ പരാതി കൊടുക്കാൻ പോയിട്ടില്ല. കാരണം എന്താ പറയുക, പോലീസിൽ പരാതി കൊടുത്താൽ പോലീസുകാരും അവർ തമ്മിൽ ഭയങ്കര കൂട്ടുകെട്ടുള്ള ആൾക്കാരാണ്. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ ജനങ്ങൾ നേരിട്ട് ഇടപെട്ട് കണ്ടുകിട്ടിയിട്ട് പോലീസ് വിളിച്ചത്. ഏറെക്കുറെ ഇതായത് നടപടി വേണം. പട്ടികജാതി പട്ടികവർഗ നിയമപ്രകാരം കേസെടുക്കണം. രണ്ടാമത് റിസോർട്ട് അടച്ചു പൂട്ടണം. റിസോർട്ട് ഉടമയ്ക്കെതിരെ നിയമപ്രകാരമായി നിയമ നടപടികൾ എടുക്കണം. എടുക്കാത്ത പക്ഷം ശക്തമായി സമരമായി മുന്നോട്ട് പോകും. അതുതന്നെയാണ് ഏതായാലും ഈ റിസോർട്ട് ഉടമയ്ക്കെതിരെ ശക്തമായ നടപടി വേണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. ഏതായാലും ഈ മർദ്ദനമേറ്റ ആള് ഇപ്പോഴും പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. പാലക്കാട് നിന്നും വാർത്തകൾ പങ്കുവച്ചത് അരുൺ ആലത്തൂർ. ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സിന് പ്രൗഢോജ്വലമായ തുടക്കം. ആദ്യത്തെ ജലകായികമേള കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഉദ്ഘാടനം ചെയ്തു. ദാൽ തടാകത്തിൽ 3 ദിവസം നടക്കുന്ന മത്സരങ്ങളിൽ രാജ്യത്തെ 500-ലേറെ താരങ്ങൾ അണിനിരക്കും. കയാക്കിംഗ് ഉൾപ്പെടെ 5 ഇനങ്ങളിലായാണ് മത്സരം. കായിക താരങ്ങൾക്ക് പുറമെ 28 സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള 400-ലേറെ ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. കശ്മീരിന്റെ കലയും സംസ്കാരവും പ്രദർശിപ്പിക്കുന്ന ആഘോഷങ്ങളും നടക്കും. കോട്ടയത്ത് ഡ്രൈവിംഗിനിടെ കുഴഞ്ഞു വീണ സതീഷ് ധവാൻ സ്പേസ് റിസർച്ച് സെന്റർ മുൻ ഉദ്യോഗസ്ഥൻ ബാബു ജോസഫിന് സിവിൽ പോലീസ് ഓഫീസർ അനീഷ് സിറിയക്കിൻ്റെയും BMS ജില്ലാ പ്രസിഡന്റ് S വിനയൻ്റെയും അവസരോചിതമായ ഇടപെടൽ മൂലം പുനർജന്മം ലഭിക്കുകയാണ്. അസ്വാഭാവികമായ പെരുമാറ്റം ശ്രദ്ധയിൽപ്പെട്ടതോടെ മുൻവിധികൾ ഇല്ലാതെ സഹായം നൽകിയപ്പോൾ ഒരു വിലപ്പെട്ട മനുഷ്യജീവൻ രക്ഷിക്കാനായി മിഥുൻ അയ്യപ്പൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ചില അസന്ദിഗ്ധമായ ഘട്ടങ്ങളിൽ സഹായത്തിനായി മറ്റാരെങ്കിലും തേടുന്നൊരു സമയങ്ങളിൽ ഒരുപക്ഷെ ഒരു അവതരിക്കുന്ന തരത്തിൽ പലരും
എത്തിച്ചേരുമെന്ന് ഇതിനു മുമ്പ് പലർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. അല്ലെങ്കിൽ അത്തരം അനുഭവങ്ങൾ കേട്ടറിവുണ്ടാകാം, വായിച്ചും കണ്ടുമെല്ലാം അറിവുണ്ടാകും. അത്തരത്തിലൊരു സംഭവത്തിന് സാക്ഷിയായിരിക്കുകയാണ് കോട്ടയം കഴിഞ്ഞ ദിവസം. അത്യാസന്ന നിലയിൽ ഒരു കാറിനുള്ളിൽ കുടുങ്ങിയിരുന്ന രോഗിയെ തീർത്തും അവിചാരിതമായി കണ്ടെത്തുകയും കൃത്യമായ ഇടപെടലോടുകൂടി അദ്ദേഹത്തെ ആശുപത്രിയിലെത്തിച്ച് പ്രാഥമിക ശുശ്രൂഷ നൽകി ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കുകയും ചെയ്ത സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. കൃത്യമായ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെയും ഒരു പൊതുപ്രവർത്തകന്റെയും കൂടെയുണ്ടായ ഒരു, അതുപോലെ തന്നെ ഒരു അജ്ഞാതനായിട്ടുള്ള ഒരു യാത്രക്കാരന്റെയും കൂടെ ഇടപെടലോടുകൂടിയാണ് അദ്ദേഹത്തെ വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിച്ചത്. ആ സംഭവത്തിന്റെ സാക്ഷിയായവർ, ആ സംഭവത്തിൽ ജീവൻ രക്ഷിക്കാൻ കാരണക്കാരായവരാണ് നമ്മോടൊപ്പം ഉള്ളത്. BMSന്റെ ജില്ലാ അധ്യക്ഷൻ വിനയകുമാർ, അതോടൊപ്പം തന്നെ സിവിൽ പോലീസ് ഓഫീസർ അനീഷ് സെബാസ്റ്റ്യനാണ് അനീഷ് സുരേഖാണ് നമ്മോടൊപ്പം ചേരുന്നത്. സർ, CPR എല്ലാം നൽകിയതിന് ആണ് രക്ഷപ്പെടുത്താൻ സാധിച്ചത് അല്ലേ? എന്തായിരുന്നു സംഭവം ഉണ്ടായത്? ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ഇങ്ങനെ ആൾക്കാർ കൂടി നിൽക്കുന്ന കണ്ട്, കാറിന്റെ ചുറ്റും ആൾക്കാർ കൂടി നിൽക്കുന്ന കണ്ട് ഞാൻ പെട്ടെന്ന് വണ്ടി നിർത്തി വന്ന് നോക്കുമ്പോഴത്തേനും ഇദ്ദേഹം ഇങ്ങനെ സീറ്റിൽ കുഴഞ്ഞു കിടക്കുവാണ്. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ സീറ്റ് നിവർത്തിയിട്ട് CPR കൊടുത്തു. CPR കൊടുത്ത കൂടെ 108 ആംബുലൻസ് വിളിക്കാൻ പറഞ്ഞു അവിടെ അടുത്തുനിന്നവരോട്. 108 വിളിച്ചിട്ട് വരാൻ ലേറ്റ് ആകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തന്നെ വിനയനും മറ്റേ ആൾ ആരൊക്കെയോ കൂടിയിട്ട് നമ്മൾ അപ്പുറത്തെ സീറ്റിലുള്ള ആളെ മാറ്റി കിടത്തി, സീറ്റ് നിവർത്തിയിട്ട് മാറ്റി കിടത്തിയിട്ട് ഞാൻ CPR കൊടുത്തോണ്ടിരുന്നു. വിനയം പുറകെ കയറി, മറ്റേ ആള് വണ്ടിയെടുത്ത് പെട്ടെന്ന് വിട്ടോളാൻ പറഞ്ഞു. അപ്പം റോഡിൽ നല്ല ബ്ലോക്കായിരുന്നു. എന്നാലും നമ്മുടെ സമയത്തോടെ എത്തി. വന്ന വഴിക്ക് കുറച്ച് ഓടി കഴിഞ്ഞിട്ടാണ് ആൾക്ക് ശ്വാസം വന്നതും കണ്ണു തുറന്നാലും കോൺഷ്യസ് അല്ലായിരുന്നു. ഇവിടെ വന്നിട്ട് കോൺഷ്യസ് ആയിട്ടില്ലായിരുന്നു. അപ്പോൾ CPRും സമയത്ത് ഇടപെട്ടുകൊണ്ടാണ് ആൾ രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു. എങ്ങനെയാണ് ആളുടെ ഒരു അവസ്ഥ എങ്ങനെയായിരുന്നു സാർ അവിടെ എത്തിച്ചത്? ഇവരാദ്യം കണ്ടത് BMSന്റെ ജില്ലാധ്യക്ഷനായിട്ടുള്ള വിനയകുമാറാണ് ആദ്യം ഇത് കണ്ടത് എന്ന് തോന്നുന്നില്ല. എന്തായിരുന്നു, എങ്ങനെ പോകുമ്പോഴായിരുന്നു? ഞാൻ ഈ കാരിത്താസ് ഹോസ്പിറ്റലിലോട്ട് വരുന്ന വഴിക്കാണ് അന്ന് ഈ പറഞ്ഞ പോലെ തന്നെ റോഡ് ബ്ലോക്ക് ആയതുകൊണ്ട് വളരെ വയ്യാണ് വന്നത്. പക്ഷേ റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു കാറിൽ നിന്ന് കാറിന്റെ ഡ്രൈവർ സീറ്റിലിരിക്കുന്ന ആൾ എന്തോ ഒരു ആംഗ്യം കാണിക്കുന്നതായിട്ട് ഒരു സംശയം തോന്നി നോക്കിയപ്പോഴാണ് അദ്ദേഹത്തിന് പെട്ടെന്നൊരു സീഷർ പോലെ വന്നിട്ട് അദ്ദേഹത്തിന്റെ മുഖം കൂടുന്നു, വായി നിറ വരുന്നു ഒക്കെ കാണുന്നത്. പെട്ടെന്ന് വണ്ടി പാർക്ക് ചെയ്ത് ഞാൻ ഡോർ തുറന്ന് അദ്ദേഹത്തെ വിളിക്കാൻ ശ്രമിച്ച സമയത്ത് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടിലേക്ക് പോകുന്നതാണ് കണ്ടത്. പെട്ടെന്ന് അവിടെ കൂടിയുന്ന ആളുകളെയും അവിടെ മാറുന്ന ആളുകളെ വിളിച്ചുകൂട്ടിയ സമയത്താണ് അനീഷ് സാറും അവിടെ വരുന്നത്. അനീഷ് സാറ് മുമ്പ് നേഴ്സ് ആയതുകൊണ്ട് ജോലി ചെയ്ത ഒരു പരിചയമുള്ളതുകൊണ്ടാണ് നമുക്ക് ഈ കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചത്. കാരണം പെട്ടെന്ന് തന്നെ CPR കൊടുക്കാനും അതെ കിടത്താനും അതിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. പെട്ടെന്ന് ആ സമയത്ത് ആംബുലൻസ് വരാനുള്ള താമസം, കാരണം റോഡ് നല്ല ബ്ലോക്കായിരുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ ആ കാറിൽ തന്നെ നമ്മൾ വേറെ ആളും കൂടെ വന്നു. ഞങ്ങൾ 3 പേരും കൂടെയാണ് ഒരുമിച്ച് ഇവിടെ എത്തിച്ചത്. ഇവിടെ ഏകദേശം ഹോസ്പിറ്റലിൽ എത്താറായ സമയത്താണ് അദ്ദേഹത്തിന് ഒരു ചെറിയ ബോധം വന്നത്. ഇവിടെ ഹോസ്പിറ്റലിൽ കറക്റ്റ് സമയത്ത് നമ്മൾ എത്താൻ സാധിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു എന്നുള്ള വലിയൊരു സന്തോഷമുണ്ട്. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇപ്പൊ അദ്ദേഹം കുറച്ച് നോർമലായി. അദ്ദേഹത്തെ ഇപ്പം ഇവിടുന്ന് കാഷ്വാലിറ്റിയിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യുന്നതാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിലെ ഡയറക്ടർ വിളിച്ചിട്ട് ഞങ്ങൾ വന്നതാണ്. അദ്ദേഹത്തെ കാണാൻ സാധിക്കുമെന്ന് ഞങ്ങൾ നോക്കുന്നുണ്ട്. കാരണം എന്തെങ്കിലും ചിലപ്പോൾ അദ്ദേഹം ഡിസ്ചാർജ് ആയോ എന്നൊരു സംശയമാണ്. ഞങ്ങൾക്ക് നേരിട്ട് പിന്നീട് അദ്ദേഹത്തെ കാണാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ കുടുംബമൊക്കെ വിളിച്ചിരുന്നു, രാവിലെ വിളിച്ചിരുന്നു. എല്ലാം നന്നായിരിക്കുന്നു, കുഴപ്പമില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇതിപ്പം ഡ്യൂട്ടിക്കിടെ ഇത്തരം സംഭവങ്ങളൊക്കെ സ്വാഭാവികമാണ്. നിരന്തരം ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. പക്ഷേ ഇപ്പോൾ CPR എല്ലാം കൊടുക്കാൻ സാധിച്ച ഒരു നഴ്സിംഗ് പശ്ചാത്തലം ഗുണം ചെയ്തിട്ടുണ്ടാകും. ഇപ്പോഴും സാധാരണക്കാർക്കൊന്നും അറിയില്ല എങ്ങനെയാണ് ഇത്തരത്തിലൊരു അപകടത്തിൽപ്പെട്ട ഒരു രോഗിയെ അല്ലെങ്കിൽ ആ രോഗിയുടെ അവസ്ഥ എന്താണെന്നെല്ലാം തിരിച്ചറിയാനും അതിന് കൃത്യമായിട്ടുള്ള ഒരു പ്രാഥമിക ശുശ്രൂഷ നൽകാനും അറിയില്ല. അതൊരു പോരായ്മ തന്നെയല്ലേ? തീർച്ചയായിട്ടും. CPR കൊടുക്കാനായിട്ട് ഒരുത്തപ്പെട്ടവർക്കൊന്നും ഇപ്പോഴും അറിയത്തില്ല. രണ്ടാമതൊരു അപകടം അല്ലെങ്കിൽ ഇത്ര അത്യാഹിതം ഉണ്ടായാൽ എല്ലാവരും നോക്കി നിൽക്കും, പോലീസിനെ വിളിക്കും. പോലീസ് വരാനുള്ള ഒരു സമയം വേണ്ടേ? പോലീസ് വന്നു കഴിഞ്ഞിട്ടാണ് 108 വിളിക്കുന്നത്. നമുക്ക് 108 വിളിച്ചാൽ ഒരു 5 മിനിറ്റിനല്ലേ 10 മിനിറ്റിനാണ് നമുക്ക് 108 കിട്ടും.